ഹായ് ഫ്രണ്ട്സ്, മഴതൊരു മൊബൈൽ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാൻലി ജോസഫ് പുനലൂർ കൊട്ടാരമറ്റത്തിൽ തറവാട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ റോബിച്ചനുമുണ്ട്, ആൽബിച്ചനുമുണ്ട്. മറ്റൊരു സഹോദരനായ ഔസേപ്പച്ചനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരവിടെ ഒത്തുകൂടുകയാണ്. സ്റ്റാൻലി ചെല്ലുമ്പോൾ റോബിച്ചനും ആൽബിച്ചനും കൂടെ ബിയർ കഴിക്കുകയാണ്. അപ്പോൾ ആൽബിച്ചൻ പറയും, ലാലിച്ചനോട് ചോദിക്കും, ബിയർ കഴിക്കുന്നോ? അന്നേരം പറയും വേണ്ട. അപ്പോൾ ആൽബിച്ചൻ പറയും, നല്ല ചൂട്, അതിന് ഒരു ബിയർ കഴിക്കുകയാണ്. അന്നേരം സ്റ്റാൻലി പറയും, അതിന് ബിയറല്ല കഴിക്കേണ്ടത്, കിണറ്റിലെ വെള്ളമാണെന്ന് പറയും. അപ്പം റോബിച്ചൻ അന്നേരം പതുക്കെ പറയും, ഇതൊന്നും കഴിക്കാത്ത ഒരാൾ, ഫുൾ ടൈം തണ്ണിയായിട്ടുള്ള ലാലിച്ചനാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പം മറ്റൊരു അനിയനായ ഔസേപ്പച്ചനും വരും. ഔസേപ്പച്ചൻ വന്ന് കയറിയപ്പോഴേ റോബിച്ചൻ ചോദിക്കും, ഇതെന്താ ഔസേപ്പച്ചൻ ഇത്രയും താമസിച്ചത്? ഞങ്ങൾ എത്ര സമയം കൊണ്ട് കാത്തിരിക്കുക. അന്നേരം അപ്പോൾ ഔസേപ്പച്ചൻ പറയും, എനിക്ക് ഭാര്യയും പിള്ളേരും പിറുങ്ങണികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ റോബിച്ചൻ ചോദിക്കും, ഭാര്യയും പിള്ളേരും കൂടാതെ പിന്നെയും പിറുങ്ങണികളും ഉണ്ടോ? അപ്പോൾ ഔസേപ്പച്ചൻ പറയും, ഒരുമാതിരി ചോദ്യം എന്നോട് ചോദിക്കല്ലേ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ ആൽബിച്ചൻ പറയും, ചുമ്മാ ദേഷ്യമാണല്ലോ, ദേഷ്യപ്പെടാതെ. അപ്പം ലാലിച്ചനോട് ഔസേപ്പച്ചൻ ചോദിക്കും, ലാലിച്ചൻ അപ്പോൾ വന്നു? ലാലിച്ചൻ പറയും, ഞാൻ കുറച്ച് സമയമായി വന്നിട്ട്. അപ്പോൾ ലാലിച്ചൻ പറയും, നിങ്ങൾക്കൊക്കെ ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം എന്ന് പറയും. അപ്പോൾ ആൽബിച്ചൻ പറയും, അപ്പോൾ ആൽബിച്ചൻ ലാലിച്ചനോട് ചോദിക്കും, എന്തുവാ ലാലിച്ച ഈ പുളിക്കൽ തറവാട്ടിലെ റീത്തമ്മ വിളിച്ചിട്ട് കുറേ വഴിച്ച കഥകൾ പറയുന്നത്? അപ്പോൾ ലാലിച്ചൻ പറയും, പുളിക്കൽ തറവാട്ടിലെ റീത്തമ്മ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി അത് എന്നോട് ചോദിക്കണ്ട, നിങ്ങൾക്ക് എന്നോടെങ്കിലും ചോദിക്കാനുള്ളത് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. റീത്തമ്മയുടെ ചോദ്യത്തിന് ഉത്തരം തരാനല്ല ഞാൻ വന്നതെന്ന് പറയും. റോബിച്ചൻ പറയും, ലാലിച്ചൻ അങ്ങനെ ഒരു കൊച്ചുണ്ട്, അനാഥാലയത്തിൽ വളർന്നത്, 14 വർഷം മുമ്പുള്ളത്, അനാഥാലയത്തിൽ വളർന്നത്. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, എന്നാൽ അതൊരു നാറ്റക്കേസാണ്, അവിഹിതത്തിലുണ്ടായതാണ്, നേരെവണ്ണം കല്യാണം കഴിച്ചുണ്ടായ കൊച്ചല്ല. അതുകൊണ്ട് അതൊരു അവിഹിതത്തിലുണ്ടായ കൊച്ചാണ്. അവിഹിതത്തിലുണ്ടായ കൊച്ചാണെന്നുള്ള പേര് ആ കൊച്ചിനും സന്തോഷമുള്ള കാര്യമാണോ? പിന്നെ അതിനെ സംരക്ഷിക്കുകയോ എടുക്കുകയോ എന്താണ് ചെയ്തു? എന്തിനാ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്? അതിന് വീഴുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുകയൊക്കെ ചെയ്താൽ പോരായോ? അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇതിനാ വീട്ടിൽ കൊണ്ട് നിർത്തുന്നത്? സ്വന്തമായിട്ട് നാറാതെ നോക്കണം, പിന്നെ കുടുംബക്കാർ നാറാതെ നോക്കണം, പിന്നെ ഭാര്യയും മക്കളും നാറാതെ നോക്കണം. ഈ അവിഹിത ബന്ധത്തിലുള്ളതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് റോബിച്ചൻ ചോദിക്കും. അപ്പോഴാണെങ്കിൽ ലാലിച്ചൻ പറയും, എല്ലാവരുടെയും ചോദ്യം കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ പറയാം. അപ്പോൾ ലാലിച്ചൻ പറയും, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. 24 വർഷം മുമ്പ്, അതായത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഞാൻ ആഗ്രയിൽ വെച്ച് പാലാക്കാരി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അത് നിങ്ങൾക്കറിയാം. ഞങ്ങളവിടെ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. ആ ബന്ധത്തിലാണ് ഞങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടായത്. പിന്നീട് അത് ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. അത് അനാഥാലയത്തിൽ വളർന്നു 23 വർഷം. പിന്നീട് വിധി ആ കുട്ടിയെ എൻ്റെ കൈകളിൽ തന്നെ എത്തിച്ചു. ഇങ്ങനൊരു മകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ, പിന്നീട് ഞാൻ ചെന്ന് കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ആ കുട്ടിയെ ഏറ്റെടുത്തു. എൻ്റെ മകൾ അനാഥയായി 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചത്. അപ്പോൾ സ്നേഹവും ദയയും കടമയും എല്ലാം അർഹിക്കുന്നത് അവൾ മാത്രമാണ്. അവളോട് മാത്രം സ്നേഹവും ദയയും കാണിച്ചാൽ മതി. മറ്റാരോടും കാണിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് പുളിക്കൽ തറവാട്ടുകാരെയും സൂചിപ്പിക്കേണ്ട, നിങ്ങളെയും സൂചിപ്പിക്കേണ്ട. എനിക്ക് എൻ്റെ മകൾ അലീനെ മാത്രം നോക്കിയാൽ മതി. അവളോട് മാത്രം ദയയും സ്നേഹവും കാണിച്ചാൽ മതി. നിങ്ങളോട് എനിക്ക് ഒരു ദയയും സ്നേഹവും കാണിക്കേണ്ട കാര്യമില്ല എന്ന് സ്റ്റാൻലി പറയും. ആർക്കും ഒരു പരിക്കില്ലാത്ത രീതിയിൽ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒതുക്കി തീർക്കാനുള്ള കാര്യമായത്. ഇതൊരു അവിഹിത ബന്ധമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ നാറ്റിക്കും പുളിക്കൽ തറവാടുകാർ. സ്റ്റാൻലി ജോസഫ് എന്ന റിട്ടയർഡ് ഗവർണറിൻ്റെ അനിയന്മാരാന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു. ഇപ്പം പുറം ലോകം അറിഞ്ഞു കഴിയുമ്പോൾ ഇത് അപമാനമായി മാറും. പുളിക്കൽ തറവാട്ടിലുള്ളവരെല്ലാം ഗജപോക്രികളാണ്. അവർ നമ്മളെ മാക്സിമം എല്ലായിടത്തും നാറ്റിക്കും.
അവിഹിത കഥകളും എല്ലാം പറഞ്ഞ് നമ്മളെ നാറ്റിക്കും. റീത്തമ്മ ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സ്റ്റാൻലി ഭാര്യയും പിള്ളേരെയും ഉപേക്ഷിച്ചിട്ട് ഒരു സ്ത്രീയുടെ കൂടെയായിരുന്നു. ആ സ്ത്രീയിൽ മോളുണ്ടായി. ആ മോളുമായിട്ടാണ് ഇപ്പം താമസം. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സ്ത്രീയെയും കൊണ്ടുവരും എന്നൊക്കെയാണ് റീത്തമ്മ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് ആൽബിച്ചൻ പറയും. അതുകൊണ്ട് നമുക്കിത് ഒരു നാറ്റക്കേസാക്കാതെ ഒതുക്കി തീർക്കാം എന്ന് സ്റ്റാൻലിയോട് പറയും. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ ഒരു വിധത്തിലും സമ്മതിക്കില്ല. സ്റ്റാൻലി പറയും, എൻ്റെ ലൈഫിൻ്റെ കാര്യം, എൻ്റെ കൊച്ചിൻ്റെ കാര്യം, എൻ്റെ മകൾ അലീനയുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടേക്കരുത് ഇനി അനിയന്മാരോട് പറയും. പിന്നീട് നമ്മുടെ കടപ്പാട്ടൂർ ബബിതയാണെങ്കിൽ തൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവും. അങ്ങനെ അവനും വേറൊരു പെൺകുട്ടിയും കൂടെ വന്നൊരു ബേക്കറി കയറുന്നത്. അപ്പോൾ ബബിതയാണെങ്കിൽ അവിടെ ചെന്നിട്ട് വിളിക്കുമ്പോഴൊന്നും ഇവൻ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഇവൻ ബേക്കറിയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുമ്പം ബബിതയും ഇവനെ ഫോളോ ചെയ്ത് വരും. അങ്ങനെ ബബിത ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോൾ ബബിതയുടെ ഫോൺ അങ്ങ് തറയിൽ വീണ് പൊട്ടും. ബബിത പിന്നെ ദേഷ്യപ്പെട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വൈജാമ്മയുടെ സിറ്റൗട്ടിൽ നിൽപ്പുണ്ട്. വൈജി ചോദിക്കും, നീ എവിടെ പോയായിരുന്നു? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പോയത്. അങ്ങനെ ചോദിക്കും, നീ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്ന പതുക്കെ പറഞ്ഞാൽ പോരെയോ ചോദിക്കും. എന്നിട്ട് ദേഷ്യപ്പെട്ട് അകത്തോട്ട് കയറും. അപ്പോൾ രോഹിത് ഇറങ്ങി വരില്ല. രോഹിത്തിനോട് ചോദിക്കും, രോഹിത്തേട്ടാ ആ ഫോണിൽ എടുത്താൽ എനിക്കൊരു കോൾ ചെയ്യാം. നിൻ്റെ ഫോണിന് എന്തോ പറ്റി? എന്നിട്ട് അത് തറയിൽ ഡിസ്പ്ലേ പോയി, എന്നാൽ അത് ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കുക എന്ന് പറയും. അന്നേരം പറയും, ഇപ്പം എനിക്കൊരു അത്യാവശ്യമാണ് ആ ഫോണിൽ കിട്ടുക, എനിക്കൊരു കോൾ ചെയ്യാനെന്ന് പറയും. അന്നേരം പറയും, നീ എന്നാൽ ആ നമ്പറിങ് കിട്ടുക, ഞാൻ ഡയൽ ചെയ്ത് തരാമെന്ന് പറയും. അപ്പോൾ ബബിത നീ നമ്പർ കൊടുക്കത്തില്ല. അന്നേരം പിന്നെ ദേഷ്യപ്പെട്ട്, എന്നാൽ എനിക്കിപ്പോൾ രോഹിതേട്ടൻ്റെ ഫോൺ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവളകത്ത് കയറി റൂമിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് എറിഞ്ഞോട്ടയ്ക്കും. എന്നിട്ട് കട്ടിലയിൽ ഇങ്ങനെ ഇരിക്കും. ഈ സൗണ്ട് കേട്ടിട്ട് വൈജ അകത്ത് ചെല്ലും. വൈജ ചെല്ലുമ്പോൾ എല്ലാം വാരി വലിച്ച് തറയിലിട്ട് പൊട്ടിച്ചുമൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ചോദിക്കും, നീ ഇതെന്തോ ഈ കാണിച്ചിട്ടേക്കുന്നത്? അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എന്നിട്ടും പറയും, ഇതെന്തോ കാണിച്ചിട്ടേക്കുന്നത്? അഹങ്കാരത്തിൻ്റെ കൂടുതലല്ലയോ? ഇപ്പം ആരെ പേടിക്കണം? ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു അനുസരണയില്ല, ആരെയും പേടിക്കുകയും വേണ്ട എന്ന് പറയും. അന്നേരം പറയും, അമ്മയ്ക്കിപ്പോൾ എന്താ വേണം? എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കണം, അതിനനുവദിക്കുമോ? അപ്പോൾ ചോദിക്കും, നിനക്കിവിടെ എന്തിൻ്റെ കുറവാടി? അന്നേരം പറയും, എന്തിൻ്റെ കുറവായി? ഒരു കുറവുമല്ല, ജീവിക്കാൻ പോലും തോന്നുന്നില്ല എന്ന് പറയും. അന്നേരം പറയും, അലീന അവളായി ഇവിടെ ഓരോ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയത്, ഇപ്പം എല്ലാം ഇങ്ങനായി. അന്നേരം ബബിത പറയും, ഉഗാണ്ടയിൽ ബോംബിട്ടാലും അതുവരെ കറങ്ങി തിരിഞ്ഞ് അലീന ചേച്ചിയുടെ മുകളിൽ കൊണ്ടിടുന്ന അമ്മയാണെന്ന് പറയും. അന്നേരം ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ബോംബ്, അതാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അങ്ങ് തീരുമല്ലോ, ഇതെങ്ങനെയാണോ ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ട് പോയേക്കുമല്ലേ എന്ന് പറയും. ബബിതയാണെങ്കിൽ വൈജി ദേഷ്യപ്പെടും. എന്നിട്ട് പറയും, എനിക്ക് സ്വസ്ഥമായിട്ടൊന്നിരിക്കണം, അമ്മയൊന്നിറങ്ങിപ്പോയേ. വൈജി അങ്ങ് ഇറങ്ങും. പിന്നെ അവളാണെങ്കിൽ ഇവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലേട്ടൻ വരിക, കുടിച്ച് ഫിറ്റായി ഡ്രൈവ് ചെയ്യാനൊന്നും വയ്യാത്ത രീതി ഒരു വിധത്തിൽ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കാറിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ കാറ് ലോക്ക് ചെയ്യുമ്പോൾ ലോക്കാകത്തില്ല. അപ്പോൾ ചോദിക്കും, നീയും വൈജയന്തിയായി മാറിയോ? നിൻ്റെ ദേഹത്തും വൈജയന്തി കയറിയോ എന്ന് ചോദിക്കും കാറിനോട്. പിന്നീട് പറയും, നിനക്കെന്തോ പറ്റി? നീ എന്താ ലോക്കാകാത്തെ എന്ന് ചോദിക്കും. എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ കാറിൻ്റെ ഡോറ് തുറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ പറയും, ബാലചന്ദ്ര ഡോർ അടച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് ലോക്കാകാൻ എന്ന് ബാലേട്ടൻ പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നിട്ട് പിന്നെ ഒരു വിധത്തിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കും. കോളിംഗ് ബെല്ലടിച്ച് കഴിയുമ്പം കൃഷ്ണമോൾ ഇറങ്ങി വരും. അതുകൊണ്ട് വൈജ വന്ന് ചോദിക്കും, ആരാ? നീ ഇവിടെ പോ? അല്ല, ആരോ കോളിംഗ് ബെല്ലടിച്ച്, അച്ഛനായിരിക്കും എന്ന് പറയും. അപ്പം നീ ഉറങ്ങിയില്ലായിരുന്നു? അല്ല, എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. എന്നാൽ ചെന്ന് കഥ തുറന്ന് കൊടുക്ക്. അപ്പോൾ ജനലിൽ നോക്കുമ്പോൾ ബാലേട്ടനാണെന്ന് മനസ്സിലാവും. അന്നേരം പറയും, മോളെ അച്ഛനാ, കഥ തുറക്ക് എന്ന് പറയും. കഥ തുറക്കുമ്പോഴേ ബാലേട്ടൻ നിൽക്കാൻ വയ്യ, കുടിച്ച് ഫിറ്റായാണ് വരുന്നത്. കൃഷ്ണ ചോദിക്കും, അച്ഛൻ കുടിച്ചോ? മോൾക്ക് അങ്ങനെ തോന്നി അച്ഛൻ കുടിച്ചായിട്ട്? ആ തോന്നി. അച്ഛൻ കുടിച്ചില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കത്തില്ലെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയും. അച്ഛൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുടിച്ചത്? അലീന ചേച്ചി വേണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കുടിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പം
അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.